പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തിയേക്കും. ജനുവരി 17-ന് കൊച്ചിയിലും തൃശൂരിലുമാകും സന്ദർശനം ഉണ്ടാകുക. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. രോഹിണി, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിരുന്നു. ഈ 17-ാം തീയതിയായിരുന്നു പ്രധാനമന്ത്രി വരുന്നതായി ഇവർക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ കോളേജിലുള്ള ഹെലിപ്പാഡും പരിസരവും ഒക്കെ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് വികസന ചടങ്ങുകളിൽ കൂടെ ആ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ കൂടെ പങ്കെടുക്കും. അത് കൊച്ചി കേന്ദ്രീകരിച്ചായിരിക്കും. കാരണം കൊച്ചിയിൽ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ മെട്രോ, ദേശീയപാത സംബന്ധിച്ചിട്ടുള്ള 3 പദ്ധതികളിലായിരിക്കും ആ ഉദ്ഘാടന ചടങ്ങുകളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. എന്തായാലും തൃശ്ശൂരിലെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലൊരു രേഖപ്പെടുത്തലായി മാറിക്കഴിഞ്ഞു. കാരണം 2 ലക്ഷത്തിലധികം മഹിളകളാണ് അദ്ദേഹത്തെ ആദരവർപ്പിച്ചുകൊണ്ട് ആ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അത് കേരളത്തിന് തന്നെ ഒരു രാഷ്ട്രീയ മാറ്റം വഴിവെക്കുമെന്ന ഒരു ചർച്ചയൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു വരവും കൂടെ ഇത്തരത്തിൽ സൂചനയാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു വരവ് അത് കൃത്യമായും കേരളത്തിന് വികസന പദ്ധതികൾ കൂടെ കൊണ്ടുവരുന്നതാകുമ്പോൾ BJPക്കും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകർക്കുമൊക്കെ ഒരു ആത്മവിശ്വാസം കൂടെ നൽകുന്നതാണ്. കാരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു മുൻതൂക്കം കൂടെ നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ സന്ദർശനം. കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലൊരു ആത്മവിശ്വാസം BJP പ്രവർത്തകർക്ക് വന്നു കഴിഞ്ഞു. എന്തായാലും ഈ സ്ത്രീജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം തന്നെ മറ്റ് മുന്നണികളും ചർച്ച ചെയ്തിരുന്നു. അതിലൊക്കെ തന്നെ വലിയ പ്രകമ്പനങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ വാർത്തകളൊക്കെ ആയതാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി വീണ്ടും ഒരു സന്ദർശനത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. ഗുരുവായൂരിലായിരിക്കും ഈ കല്യാണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുക. അതിനുശേഷം അവിടെ നിന്നുമായിരിക്കും കൊച്ചിയിലേക്ക് പോകുക. എന്തായാലും ഈ വികസന പദ്ധതികൾ കൂടെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഈ പ്രധാനമന്ത്രിയുടെ ആ ഒരു പങ്കാളിത്തം കൂടുതൽ കേരള ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. ഇനി അന്ന് സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച്. കാരണം അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ആ ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്ന മോദിയാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള കാര്യം അത്രയധികം സ്ത്രീജനങ്ങൾക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും അതിന്റെ പിന്തുടർച്ച എന്ന് വേണം പറയാൻ. കേരളത്തിൽ പുതിയ വികസന പദ്ധതികൾക്ക് കൂടി തുടക്കം കുറിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വരുന്ന സന്ദർശനം. രോഹിണി.